എന്താതി കുഞ്ഞനെത്തി കിട്ടിയപ്പോൾ എന്നെ വേണ്ടതാ എൻ്റെ പെണ്ണിന്. അങ്ങനെ പറയല്ല വിനുവേട്ട. ഇന്ന് ആദിക്കും വിനുവേട്ടൻ കഴിഞ്ഞ മറ്റാരും ഉള്ളൂ. അവനോളെ മുറുകെ കെട്ടിപ്പിടിച്ചു. എനിക്കറിയാം പെണ്ണെ, ഇന്ന് ഈ ലോകവും നീ തന്നെയാണ്, എൻ്റെ പ്രാണനും നീ തന്നെയാ. ഗോപികാന്തമായി ഞാൻ പ്രണയിച്ചു. അവളെ കാണുന്നതിന് മുന്നേ ഞാൻ നിന്നെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ നിന്നെ മാത്രമേ പ്രണയിക്കൂ. ആദ്യം അവൻ്റെ ഇരു തോളിലും കൈവച്ചുകൊണ്ട് അവനെ പ്രണയത്തോടെ നോക്കി. അവളുടെ കണ്ണുകൾ കാണുന്ന തിളക്കം കണ്ടതും അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. അവളും അവൻ്റെ ചുണ്ടുകളെ അവളുടെ വായിൽ ആക്കി നുണഞ്ഞു. അവളുടെ ചുണ്ടുകൾ ചെറുതായി മുറിഞ്ഞിരുന്നു. വിനുവേട്ട, എൻ്റെ ചുണ്ട് നീറുന്നു. സോറി ആദി. ഇനി സോറി പറഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സോറി പറയേണ്ടതെന്ന്. ചുണ്ട് മുറിഞ്ഞ് അത് സാരില്ല, എന്നാലും വിനുവേട്ടൻ കിസ് ചെയ്യുന്നു ഞാൻ കരുതിയില്ല. ആദി പറഞ്ഞതും വിനു ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ആദി നിന്ന് പട്ടുപാവാട ഇടുമോ? പട്ടുപാവാടയോ? ഞാൻ പ്ലീസ് ആദി, എൻ്റെ അല്ലേ? ഓക്കെ. അത് എൻ്റെ അടുത്ത് ഇപ്പോൾ പട്ടുപാവാട ഇല്ലല്ലോ. അന്നടുത്ത പട്ടുപാട ഞാൻ വീട്ടിൽ വെച്ചു. അത് സാരില്ല, ഞാൻ മാളിൽ നിന്ന് നിനക്ക് പട്ടുപാട വാങ്ങിയിരുന്നു. ഇതിട്ടുകൊണ്ട് വന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. ആദ്യ വിനുവിൻ്റെ കയ്യിൽ നിന്നും പട്ടുപാട വാങ്ങി ബാത്റൂമിൽ കയറി. വിനുവേട്ടാ, ബാൽക്കണിയിൽ നിന്ന് ഫോൺ കട്ടാക്കി അവൻ റൂമിലേക്ക് വന്നു. ആദ്യ ചുവന്ന പട്ടുപാവടയിൽ കണ്ട വിനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവിടെ അളവ് പോലും അറിയില്ലായിരുന്നു. എന്നിട്ടും എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു. വിനേട്ടാ, കൊള്ളാവോ? അടിപൊളിയായിട്ടുണ്ട്. ആദി, നീ പട്ടുപാട ചെറിയ പെൺകുട്ടികളെ പോലെ ഉണ്ട്. വിനോട്ടാ, ഞാൻ അല്ലെങ്കിൽ തന്നെ കുഞ്ഞു പെണ്ണ, 20 വയസ്സേ എനിക്ക് ആയിട്ടുള്ളൂ. അത് ശരിയാണല്ലോ, നീ എൻ്റെ കുഞ്ഞിക്കിളിയാണല്ലോ. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അതിനനുസരിച്ച് അവളും പുറകോട്ട് നീങ്ങി. വിനു ടേബിളിൻ്റെ മുകളിലുള്ള വള സ്റ്റാൻഡിൽ നിന്ന് ചുവന്ന കുപ്പികളെടുത്ത് അവളുടെ 2 കൈകളിലും ഇട്ടുകൊടുത്തു. സിന്ദൂരം നീട്ടി നെറുകയിൽ വരഞ്ഞു. പുരികക്കൊടികൾക്കിടയിൽ കറുപ്പ് പൊട്ടുകുത്തി. ആദി, നീ ഇട്ട മുക്കുത്തി ഊര്, എന്നിട്ട് നീ കല്ലുള്ള മുക്കുത്തിയിട്ട്, അല്ലെങ്കിൽ ഞാൻ അയച്ചിട്ട് ഞാൻ മുക്കുത്തിയിട്ട് തരാം. വിനു ആദിയുടെ മുക്കുത്തി ഊരി മാറ്റി അവൻ വാങ്ങിയ പുതിയ മുക്കുത്തി ഇട്ട് കൊടുത്തു. സുന്ദരി പെണ്ണ്. ആദി, നമുക്കൊരു സെൽഫി എടുക്കാം. അവൻ അവൻ്റെയും അവളുടെയും 2-3 നല്ല ഫോട്ടോസ് എടുത്ത് ആദി അച്ചമ്മയും കാവ്യം പട്ടുപാടയിൽ കണ്ട് വിടർന്ന കണ്ണോടെ നോക്കി. മോളെ, അച്ചമ്മയുടെ മോളെ ഇങ്ങോട്ട് വന്നേ. അച്ചമ്മയുടെ ആദ്യ മോളെ സുന്ദരിയായിട്ടുണ്ട്. ആടെയും കണ്ണവിടെ കിട്ടാതിരിക്കട്ടെ എൻ്റെ മോൾക്ക്. അതെ ചേച്ചി, ചേച്ചി സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. കാവ്യ ആദിയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ആദി വിനുവിനെ നോക്കി പുഞ്ചിരിച്ചു. രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് ശരൺ വന്നതും ക്ഷീണത്തോടെ സോഫയിൽ ചെന്നിരുന്നു. ഹലോ ഏട്ടാ. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും കയ്യിൽ വെള്ളവുമായി നിൽക്കുന്ന കാവ്യാണ് കണ്ടത്. നീ എപ്പോഴും വന്നേ? ഞങ്ങൾ വൈകുന്നേരം തന്നെ വന്നിരുന്നു. ശരൺ മാളിൽ നിന്ന് വന്നതും ഹോസ്പിറ്റൽ എമർജൻസി വന്നതും പോയിരുന്നു. കാവ്യയും അച്ചമ്മയും വന്നത് അറിഞ്ഞില്ല. എന്നതാ വെള്ളം. അവൻ കാവ്യയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ച ശേഷം അവൻ്റെ റൂമിലേക്ക് പോയി. സച്ചേട്ടാ, എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ സച്ചേട്ടനോട് പറയിപ്പിക്കും. സച്ചേട്ടൻ്റെ അമ്മൂട്ടിയാണ് ഈ പറയുന്നത്. കാവ്യ നിറഞ്ഞ പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. അരുൺ, എന്താ അമ്മേ? വ്യാന്റെയും ആദ്യമോളുടെയും ജാതകം നോക്കിയാണോ കല്യാണം നടത്തിയത്? അതെ അമ്മേ, ജാതകമൊക്കെ നോക്കി 10ൽ 10 പൊരുത്തം ഇവർ തമ്മിലുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ സമാധാനം കിട്ടിയത്. ഗോപികയുള്ള ഇവൻ്റെ പ്രണയം അത് അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഇവൻ അവളെ വിശ്വസിച്ചു പോയി. എന്നാൽ ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതേ നടക്കൂ. അതുപോലെ തന്നെ നടന്നു. ഞാൻ പറയാൻ വന്ന കാര്യം എന്തെന്നാ, കണ്ണൻ്റെയും ആദ്യമോളുടെയും വിവാഹം വീണ്ടും ഉടനെ നടത്തണം. എനിക്ക് കാണണം എൻ്റെ കണ്ണൻ്റെയും കല്യാണം. ഒരു വട്ടം കൂടി തിരുമയോട് പറഞ്ഞ നല്ല തീയതി നീ കുറിക്കും. ശരി അമ്മേ. ഹൻസി ആദിയെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് അച്ചമ്മേ. ഏട്ടൻ്റെ അതിൻ്റെ കല്യാണം എനിക്ക് കൂടാൻ പറ്റിയില്ല. ഈ കല്യാണം അടിപൊളിയാക്കണം. കാവ്യ ശരണിനെ നോക്കി. അവനെന്നാൽ കാവ്യയെ നോക്കുന്നത് പോലുമില്ല. സച്ചൂട്ടൻ സമ്മതിച്ചിറങ്ങി ആദ്യ ചേച്ചിയുടെ കൂടെ എൻ്റെയും സച്ചൂട്ടൻ്റെ കല്യാണം കൂടി നടന്നേനെ. സച്ചിനെ വളച്ചെടുക്കാൻ പ്രയാസമാണെങ്കിലും ഈ അമ്മു വളച്ച് കുപ്പിയിലാക്കും. കാവ്യ ശരണൻ തന്നെ നോക്കിയിരുന്നാൽ കയ്യിലുണ്ടായിരുന്ന പച്ചമുളക് അവൾ അറിയാതെ ഒന്ന് കടിച്ചുപോയി. അമ്മേ, എന്തൊരെരിവ്! നാവിക്കെരിയുന്നു. വെള്ളം. ആദ്യ കാവ്യക്ക് വെള്ളം കൊടുത്തു. പെണ്ണിൻ്റെ കണ്ണിന്ന് വെള്ളം മണപൊട്ടി ഒഴുകി. കാവ്യ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല ചേച്ചി, ഞാൻ എന്നാ പോട്ടെ, എനിക്ക് മതി. അവൾ എണീറ്റ് അടുക്കളയിലേക്ക് ചെന്നു. പഞ്ചസാര പാത്രത്തിൽ നിന്ന് പഞ്ചസാര വായിലിട്ടു. എൻ്റെ അമ്മേ, ഇപ്പോൾ ഒരു സമാധാനമായത്. മൂക്കൊക്കെ നീറുന്നു. കാവ്യ തിരിഞ്ഞതും ശരണിനെ മുട്ടി. 2 നിലത്തേക്ക് ഒറ്റ വീഴ്ച. കാവ്യയുടെ മേലേക്കാണ് ശരൺ വീണത്. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു. 2 പേരുടെയും ശരീരം ഒന്ന് വിറച്ചു.
അമ്മേ, എൻ്റെ മേലെ പാടിലൂരി കയറിയ ഒച്ച വയ്ക്കൽ. സച്ചുവേട്ട ഒന്ന് എണീക്കോ. ഓ, ഏട്ടൻ്റെ ശരീരം വല്ല പാടം പറ്റുവാണോ? എന്തൊരു കാനാന്നറിയോ? ശരണേറ്റു കാവ്യ നടു പിടിച്ചു. എൻ്റെ ആറ്റുകാലി ഭാസ്കര, എൻ്റെ നടു. എൻ്റെ സച്ചുവേട്ട, അല്ല ഏട്ടാ, എന്നൊന്ന് എണീപ്പിക്കൂ പ്ലീസ്. എൻ്റെ ഉടുപ്പ് മെഷീനെല്ലാം തകരാറെന്ന് തോന്നുന്നു. അവനവിടെ പിടിച്ച് നിൽപ്പിച്ചു. അല്ല, ഏട്ടൻ ഡോക്ടറല്ലേ, എന്നിട്ട് എന്താ നോക്കി നിൽക്കുന്നേ? എൻ്റെ ഇടുപ്പൊന്ന് നോക്കിത്താ, വേദന കൊണ്ട് കണ്ണു കാണുന്നില്ല. നടക്കാനോ? ഏട്ടാ പ്ലീസ്, പൊന്നല്ലേ, എന്നൊന്ന് എടുക്ക്. എനിക്ക് വയ്യാത്ത കൊണ്ടല്ലേ. അവൾ പറഞ്ഞു തീർന്നില്ല. അവനവളെ എടുത്തിരുന്നു. ആ, കാവ്യയുടെ നിലവിളി കേട്ട് എല്ലാവരും അടുക്കളയിലേക്ക് പാഞ്ഞെത്തി. ദേ ശരൺ കാവ്യ എടുത്തു നിൽക്കുന്നു. ഹൻസി പറഞ്ഞു. ശരൺ എന്താ? വിനു ചോദിച്ചു. ഏട്ടാ, ശരണേട്ട എന്നെ വീഴ്ത്തി. എപ്പോ? എടി കള്ളം പറഞ്ഞുണ്ടല്ലോ. ഞാൻ കള്ളം പറഞ്ഞല്ല ഏട്ടാ, ഉടുപ്പ് ഡാമേജായി. ശരൺ, നീ മോളെ കൊണ്ടുപോയി എന്താണെന്ന് നോക്ക്. നീ ഡോക്ടറല്ലേ? ആ ഏട്ടാ, ഞാൻ നോക്കാം. ശരൺ കാവ്യെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവളുടെ റൂമിലേക്ക് അവളെയും എടുത്തുകൊണ്ട് നടന്നു. റൂമെത്തിയതും അവൻ അവളെ ദേഷ്യത്തോടെ ബെഡിലേക്ക് ഇട്ടു. ആ, കാവ്യ കരുന്ന് കണ്ടതും ശരണിന് വല്ലാണ്ടായി. എന്താ കാവ്യ, എന്തിനെ കരയുന്നേ? ഏട്ടനാന്നും ഞാൻ നോക്കില്ല, ഒരു കുത്തു വെച്ച് തന്നുണ്ടല്ലോ. തള്ളിയിട്ടതും പോരാതെ എന്തിനെ കരയുന്നെന്ന്. എൻ്റെ ബാക്ക് ഫുൾ ഡാമേജ് ആയെന്ന് തോന്നുന്നു. അവൻ അവളെയും എടുത്ത് അവൻ അവളുടെ അടുത്തിരുന്നു. ഇത്രയും നേരം അവൻ കരുതിയത് അവൾ ആക്ട് ചെയ്യുകയായിരുന്നെന്ന്. സോറി കാവ്യ, അവൻ നോക്കട്ടെ. തൻ്റെ ടോപ്പൊന്ന് പൊക്കൂ. എന്തിന്? അല്ല, വല്ല ചതവുണ്ടോന്ന് നോക്കാനാണ്. കാവ്യ പതിയെ കമിന്ന് കിടന്ന് അവൻ വിറയലോടെ അവളുടെ ടോപ്പ് ഇത്തിരി പൊക്കി. ആ, അവിടെ തൊടല്ലേ ഏട്ടാ, നേരെ പോകിയവാ. അവൻ പതിയെ അവളുടെ ഇടുപ്പിൽ തൊട്ടു. പേടിക്കാനൊന്നില്ല, വീണതിൽ ഇടുപ്പൊന്നും കുളിക്കിയതാണ്. ഈ സ്പ്രേ അടിച്ച വേദന കുറയും. എന്നെ പെട്ടെന്ന് നടിക്കേട്ട, വേദന നല്ല ഉണ്ട്. ശരൺ വേദന മാറാനുള്ള സ്പ്രേ അടിച്ചു കൊടുത്തു. കാവ്യ കിടന്നു. രാവിലെ ആകുമ്പോഴേക്കും വേദന മാറിയിരിക്കും. ശരൺ അവൻ്റെ റൂമിലേക്ക് പോയി. ആദ്യ ബാത്റൂമിൽ നിന്നിറങ്ങി വിനുവിൻ്റെ അടുത്ത് കിടന്നു. അടുത്ത് കിടന്നതും വിനു അവളെ ചേർത്ത് പിടിച്ചു. ആദ്യ ഹാപ്പിയായോ? നമ്മുടെ കല്യാണം വീണ്ടും നടത്താമെന്ന അച്ഛമ്മ പറഞ്ഞ്. എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ ഒരു വട്ടം കൂടി താലി ചാർത്താൻ ഞാൻ റെഡിയാണ്. ആദ്യം അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്തു. അതെ വിനോട്ടാ, അന്ന് ഞാനും മനസ്സുകൊണ്ട് ഓക്കെ ആയിരുന്നില്ല. വിനോട്ടം വെറുപ്പോടെയായിരുന്നു എന്നെ താലി കെട്ടിയത്. വിനു അവളെ പൊതിഞ്ഞു പിടിച്ച് പ്രണയത്തോട്. കിടന്നു, നാളെ കോളേജ് വല്ലല്ലേ, നേരത്തെ എണീക്കേണ്ടാണ്. അവൻ അവളുടെ തലമുടികളെ വകഞ്ഞു മാറ്റി അവിടെ അമർത്തി ചുംബിച്ചു. ആദ്യമാണ് നേരത്തെ എണീറ്റത്. വിനു നല്ല ഉറക്കമാണ്. അവൾ അവൻ്റെ നെറുകയിൽ മുത്തിക്കൊണ്ടും ടവലും ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞതും സിന്ദൂരമെടുത്ത് നെറുകയിൽ ചാർത്തി പൊട്ടെടുത്ത് കുത്തി അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ എന്താ ഒരു ബഹളം. അവൾ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് അൻസ ചായ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ഈശ്വര, അടുക്കള! അമ്മ ഇപ്പൊ വരും. ഇവിടെ അൻസി, നീ എന്താ ചെയ്യുന്നേ? അത് ഞാൻ ചായ ഉണ്ടാക്കാം. തുടക്കുന്ന ചായയിൽ നിന്നാവട്ടെ, അമ്മ വരുമ്പോൾ നെട്ടും. ഇപ്പൊ തന്നെ നെട്ടിട്ടുണ്ടാവും അമ്മ. ഞാൻ എന്തിനാ നെട്ടുന്നേ? അമ്മേ, ഞാനെന്ന് ചായ ഉണ്ടാക്കിയത്. വിദ്യ വിശ്വാസം വരാതെ ഹൻസിയെ നോക്കി. ചായ തിളച്ചു, ഞാൻ മാറ്റി വെക്കട്ടെ. ഐശ്വര്യായി അമ്മ തൻ്റെ ചായ കുടിക്കും. മോളെ, വിദ്യ ദയനീയമായി ഹൻസിയെ നോക്കി. അമ്മേ, എന്താ പിടിക്കേ? എന്താ ഇവിടെ ഒരു ചർച്ച? അമ്പുമായിരുന്നു. അമ്മ കുടിച്ചില്ലെങ്കിൽ വേണ്ട, എൻ്റെ ഇച്ചായും കുടിച്ചിരിക്കും. അല്ല ഇച്ചായ, ഇതെന്താ ഹോർലിക്സ് ആണോ അതോ ബൂസ്റ്റ് ആണോ? ചുവന്ന നിറം. അമ്പു ഹൻസിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചതും സ്റ്റെക്കായി നിന്നും. ചെവിക്കൂടെയും മൂക്കിലൂടെയും പുക വന്നു. പിന്നെ ഒരു ഓട്ടായിരുന്നു. ഇച്ചായ, എന്താ പറ്റി? പൂടി പട്ടി നീ! ആദ്യമോള് ചോക്ലേറ്റ് ആ ഫ്രിഡ്ജിൽ നിന്നൊന്ന് എടുത്തൊരു. ആദ്യം ഫ്രിഡ്ജ് തുറന്ന് ചോക്ലേറ്റ് അമ്പുവിൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ ചോക്ലേറ്റ് വാങ്ങി കഴിച്ചപ്പോഴാണ് എരിവിൽ നിന്ന് ഇത്തിരി ആശ്വാസം കിട്ടിയത്. എന്താ മോനെ? വിധി ചോദിച്ചു. അമ്മയുടെ മോള് ചായക്ക് ചായപ്പൊടി എന്നതിന് പകരം മുളക് പൊടിയാണ് ഇട്ടത്. ഹോ, എന്താ മുളക് പൊടിയോ? ഞാൻ ചായപ്പൊടിയാണ് ഇട്ടേ. ഒറ്റ വീക്കങ്ങ് വെച്ചെന്നുണ്ടല്ലോ. മുളക് പൊടി ടിന്ന് പോലും അറിയില്ല നിനക്ക്. ചായപ്പൊടി ഏതാ പഞ്ചസാര ഏതൊന്നും നീ നോക്കാതെയാ നീ ചായ ഉണ്ടാക്കിയത്. ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ഞാൻ പോവാ അമ്മച്ചി. അൻസി നിറമിഴികളോടെ തലയും താഴ്ത്തി നിന്നു. അൻസി വിഷമിച്ച് നിൽക്കുന്നത് കണ്ടത് ആദിക്ക് സങ്കടമായി. ഇച്ചിരി കൂടിപ്പോയ കർത്താവേ, എൻ്റെ വാവച്ചയ്ക്ക് വിഷമായി കാണും. എനിക്ക് എരിവെടുത്തു. അത് ശരിയാ, അവള് കുഞ്ഞല്ലേ, പാചകം പഠിക്കാൻ ടൈം വേണ്ടി വരും. പെട്ടെന്ന് ഒരാൾക്ക് പടിയില്ലല്ലോ. ഒരു സോറി പറഞ്ഞാലോ പോയിട്ട്. അമ്പു അടുക്കളയിലേക്ക് ചെല്ലാൻ നിൽക്കുമ്പോഴാണ് അച്ഛമ്മ റൂമിൽ നിന്ന് വരുന്നത് അവൻ കണ്ടത്. അച്ഛമ്മ ഇപ്പോൾ വന്നു.
ആ ഇതാരും നസ്രാണിയോ? അച്ചമ്മേ വെറുതെ പറഞ്ഞാടാ. അല്ല മോനെ സുഖമല്ലേ? ആ അച്ചമ്മേ, കണ്ണൻ എന്നോടെല്ലാം പറഞ്ഞിരുന്നു മോനെ. ഹൻസിമോളെ മോനെ കൊണ്ട് കെട്ടിക്കാൻ ഈ അച്ചമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണ്. എനിക്ക് സമ്മതമല്ല, എനിക്ക് പാചകമൊന്നും അറിയില്ല, വേറെ ആളെ നോക്കാൻ പറ എന്ന് പറഞ്ഞ് ഹൻസി അവളുടെ റൂമിലേക്ക് പോയി. കർത്താവേ പെട്ടു, എൻ്റെ വാവ പിടങ്ങിയെന്നാ തോന്നി. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എന്താടാ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയോ? അമ്പ അടുക്കയിൽ നടന്നത് അമ്മച്ചിക്ക് പറഞ്ഞു കൊടുത്തു. അവൾ കുഞ്ഞല്ല മോനെ, പഠിക്കാൻ കുറെ ടൈം എടുക്കും. ആദ്യം മോൾക്ക് നല്ല പാചകം അറിയാമല്ലോ, മോൾ എന്തായാലും പറഞ്ഞു കൊടുത്തോളും. ആദ്യ അടുക്കൽ നിന്ന് ഹോളിലേക്ക് വന്ന് അമ്പൂനെ നോക്കി. എന്തിനേച്ചാ അവൾ വിഷമിപ്പിച്ച്? അവൾ അറിയാതെയല്ലേ. ഹോളിലേക്ക് വിനുവും ശരണും കാവ്യം അരുണും വന്നിരുന്നു. ആ അമ്പു, നീ എപ്പോ വന്നേ? ഞാനിപ്പോ വന്നേളൂടാ. അല്ല നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വിനു ചോദിച്ചതും ആദ്യ അടുക്കയിൽ നടന്ന സംഭവം വിനുവിനോട് പറഞ്ഞു. അത് കേട്ടതും അവനൊന്ന് മൂളി. കാവ്യ അമ്പുവിനെ മനസ്സിലാവാതെ നോക്കി നിൽക്കുന്ന കണ്ട് വിനു അവളുടെ അടുത്ത് നിന്നു. കാവ്യമോളെ, ഇവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിൻസൻ, അമ്പു എന്ന് വിളിക്കും. വിനു അമ്പുവിനെ അവനോട് ചേർത്ത് പിടിച്ച് കാവ്യ അവന് പരിചയപ്പെടുത്തി കൊടുത്തു. കാവ്യ അമ്പുവിനെ നോക്കി ചിരിച്ചു. ഇച്ചയ, കോളേജിൽ പോകാൻ ടൈമായി, വേഗം പോയി ഹൻസിയെ കാണും, എന്നിട്ട് പിണക്കം മാറ്റും. ആ മോളെ. ആദ്യം അത് പറഞ്ഞ് റൂമിലേക്ക് നടന്നു. അമ്പു ഹൻസിയെ റൂമിലേക്ക് കയറി. ഡോർ ലോക്ക് അല്ലായിരുന്നു. അവൻ റൂമിലേക്ക് കയറിയപ്പോൾ ഹൻസി റൂമിലില്ലായിരുന്നു. അവൻ ബാൽക്കണിയിൽ നോക്കി, അവിടെയും കാണാതെ വന്നതും അമ്പുവിന് ടെൻഷൻ വന്നു. ചയ? അമ്പു നോക്കിയപ്പോൾ ഹൻസിയുണ്ട്. അലമാരുടെ അകത്തു നിന്ന് വരുന്നു. ഇച്ചയ? ഇച്ചാൻ എന്ത് കരുതി ഞാൻ ഇച്ചയോട് പിണങ്ങിയെന്നു? ഞാൻ അങ്ങനെ പിണങ്ങിയിരിക്കോ എൻ്റെ ഇച്ചാരോട്? സോറി ചയ, ഞാൻ ചായപ്പൊടിക്ക് പകരം മുളക് പൊടിയാണ് ഇട്ട്. ചായപ്പൊടിയുടെ മുളക് പൊടിയും ടിന്നും ഒരതുപോലെ ഉണ്ടായിരുന്നു. എനിക്ക് കൺഫ്യൂഷനായി ചയ, അതാ. പോട്ടെ, ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഇച്ചാനെ ഒരു സമ്മാനം തരട്ടെ? എന്ത് സമ്മാനം? അമ്പു ചോദിച്ചു. അവൾ അവൻ്റെ തല കുനിച്ചുകൊണ്ട് ആ റോസ് ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഇതാണ് എൻ്റെ സമ്മാനം. അവൾ അകന്നു നിന്നതും അവൻ അവളെ വലിച്ചടിപ്പിച്ചു. അവളുടെ ചുണ്ട് നുകർന്നിരുന്നു. മതി, എനിക്ക് കോളേജ് ഉള്ളതാണ്, ഞാൻ കുളിക്കട്ടെ ചേ. പോ. ഒരു ഉമ്മ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോവാ. ഈ ചയ ടൈമായി, ഞാൻ പിന്നെ തരാം. ഓക്കെ. അവൻ അവളുടെ കവിൾ ചുംബിച്ചുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഹൻസി ചെറിയോട് ബാത്റൂമിൽ കയറി. വിനോട്ടാ, ഏട്ടൻ്റെ കൂടെ കോളേജിലേക്ക് പോകണം എന്നാ എൻ്റെ ആഗ്രഹം. വിനേട്ടൻ ഞങ്ങളെ കൊണ്ടുവാക്കൂ. ആദ്യം എനിക്ക് സ്റ്റേഷനിൽ പോകണ്ട. നീയും മനസ്സിലും ഈ നമ്പുവിൻ്റെ കൂടെ പൊക്കോ. എനിക്ക് സ്റ്റേഷനിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്, അതുകൊണ്ടല്ലേ. ആ കുഴപ്പമില്ല. ഇന്ന് ഞാനും അൻസിയും അമ്പുച്ചാൻ്റെ കൂടെ കോളേജിലേക്ക് പൊക്കോളാം. നാളെ വിനോട്ടം കൊണ്ടുപോകണം. ഓക്കെ? ഓക്കെ ഡൺ, കൊണ്ടുപോവാം. ആദ്യം വിനുവിൻ്റെ കയ്യിൽ പിടിച്ച് റൂമിൽ നിന്നും ഇറങ്ങി. ഡൈനിങ് ടേബിളിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഹൻസിയും ആദ്യം ഫുഡ് കഴിച്ചു കഴിഞ്ഞതും കൈ കഴുകി എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്പുവിൻ്റെ കാറിൽ കയറി. വിനോട്ടാ ബായ്. ആ ബായ്. അമ്പുടാ ശ്രദ്ധിച്ചു പോണം, ഞാൻ വെങ്കിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടും നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ വിനോട്ട. കാവ്യ? ആ ചേച്ചി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വേദന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഏയ് ഇപ്പോൾ വേദന കുറവുണ്ട് ചേച്ചി, ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ശരണേട്ടനുണ്ടല്ലോ. ശരൺ കാവ്യെ നോക്കിയതും അവൾ അവനെ നോക്കി ഇളിച്ചു. എന്നാൽ ശരി, നീ റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ പോയിട്ട് വരാം. അവരുടെ കാറ് പോയതും വിനുവിൻ്റെ ബുള്ളറ്റ് സ്റ്റേഷനിലേക്ക് വിട്ടു.